എൻ്റെ നിയമനം താൽക്കാലികമായിട്ട് ഗവൺമെൻറ് അംഗീകരിച്ചിരിക്കുന്നു. ആ ഓർഡറും എനിക്ക് കിട്ടി. അങ്ങനെ അമ്മ മാതാവ് നിരവധി അനുഗ്രഹങ്ങളിലൂടെ, ശരിക്കും അമ്മ മാതാവിനെ ഞാൻ തേടി പോവുകയല്ല ചെയ്തേ, അമ്മ ഞങ്ങളെ തേടി വരികയാണ് ചെയ്തത്. ഇത്തരത്തിൽ നിരവധിയായ അനുഗ്രഹങ്ങൾ വാരിക്കോരി തന്നുകൊണ്ട് ആ കുഞ്ഞ് വയ്യാതിരുന്ന സമയത്ത് ഈശോയോട് ഞാൻ ഒന്നേ കെഞ്ചി ചോദിച്ചുള്ളൂ, എൻ്റെ ദിവ്യകാരണ ഈശോയെ, നിൻ്റെ ജീവൻ എൻ്റെ കുഞ്ഞിന് കൊടുത്ത് അവനെ സൗഖ്യപ്പെടുത്തണമേ എന്ന്. ഈശോയുടെ ജീവനാണ് എൻ്റെ കുഞ്ഞിലൂടെ ഇന്ന് പ്രവഹിക്കുന്നതെന്ന് ആരുടെ മുമ്പിലും ഉറച്ചു പറയാൻ സാധിക്കും. നിരവധിയായ അനുഗ്രഹങ്ങൾ വാരിക്കൊത്തന്ന് അനുഗ്രഹിച്ച അമ്മ മാതാവിനും എല്ലാവരുടെയും പേരിൽ, ഒരുപാട് പേരുടെ പ്രാർത്ഥനയുടെ ഫലമായി ഞങ്ങളെ അനുഗ്രഹിച്ച നല്ലവനായ ദൈവത്തിനും 1000 നന്ദി പറയുന്നു. ശരിക്കും പറഞ്ഞാൽ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ അനാഥമന്ദിരങ്ങളൊന്നും തേടിപ്പോവാറില്ല. പക്ഷേ എന്നും ദൈവം ആരെയെങ്കിലുമൊക്കെ എൻ്റെ മുമ്പിൽ പല രീതിയിൽ, ഒന്നെങ്കിൽ രോഗാവസ്ഥയിലായിരിക്കാം, സ്കൂളിൽ ജോലി ചെയ്യുന്നതുകൊണ്ട്, ചിലപ്പോൾ ചില കുഞ്ഞുങ്ങളുടെ വീട്ടിലെ സാഹചര്യങ്ങളാവാം, എന്തെങ്കിലുമൊക്കെ ഒരവസ്ഥകൾ മുമ്പിൽ കൊണ്ട് തരാറുണ്ട്. അപ്പം ഞാനത് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ പറ്റുന്ന നന്മ, അവർ ചിലപ്പോൾ രോഗികളായിരിക്കും, അവർക്ക് വേണ്ട സഹായമായിട്ട് എന്താ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കൊടുക്കും. അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ചെയ്യാൻ പറ്റുന്ന വലിയ സാമ്പത്തികമൊന്നും അല്ലെങ്കിൽ നമുക്കുള്ളതിൻ്റെ ഒരു ഓഹരി കൊടുക്കും. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പിന്നീട് തോന്നിയൊരു കാര്യം, ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് പോലും ചെയ്തതാണ്, ഈ